കാറുകളുടെ വിൽപ്പനയിൽ ഏതെല്ലാം കാറുകളാണ് അധികമായി വിൽപ്പന നടത്തുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് വിൽപ്പനയിൽ വളരെയധികം പിന്നോട്ട് നിൽക്കുന്ന കാറുകളെ കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും. ഒരാൾ ഒരു കാർ പർച്ചേസ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ആ കാർ ഒരു ഡൗൺ ട്രെൻഡിലാണുള്ളതെങ്കിൽ അത് ആ വാങ്ങുന്ന ആളുടെ ലോങ് ടൈം ഓണർഷിപ്പിൽ വളരെയധികം പ്രോബ്ലംസ് വരുന്നതിന് ചാൻസ് കൂടുതലായിരിക്കും. ഉദാഹരണത്തിന് കമ്പനി ആ കാറിനെ പെട്ടെന്ന് തന്നെ ഡിസ്കണ്ടിന്യൂ ചെയ്യാം, റീസെയിൽ വാല്യൂ അതോടൊപ്പം തന്നെ വളരെയധികം കുറവായിട്ട് മാറാം, സ്പെയർ പാർട്സ് അവൈലബിലിറ്റി കുറയാം. ഇതുപോലുള്ള പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ഏതൊക്കെ കാറുകളാണ് നിലവിൽ ഡൗൺ ട്രെൻഡിലുള്ളത് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഹോണ്ട എലവേറ്റ്. ഹോണ്ട എന്ന ബ്രാൻഡ് ഇന്ത്യയിൽ നിലവിലുള്ള ട്രെൻഡായ കോമ്പാക്ട് SUV ട്രെൻഡിലേക്ക് അവരുടെ സിഗ്നേച്ചർ കൂടി പതിപ്പിച്ച ഒരു കാറാണ് ഹോണ്ട എലവേറ്റ്. ലോഞ്ചായ സമയത്ത് ഈ കാറിന് ഏകദേശം 2000-3000 കാറുകളാണ് വിൽപ്പന നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ കുറച്ചു മാസങ്ങളായി വളരെയധികം വീഴ്ചയിലാണ് ഹോണ്ട എലവേറ്റ്. കഴിഞ്ഞ മാസം വെറും 930 കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 1731 കാറുകൾ വിൽപ്പന നടത്തിയിരുന്നു. ഏകദേശം 46% വീഴ്ചയിലാണ് ഹോണ്ട എലവേറ്റ്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നോക്കാൻ പോകുന്നത് MG ഹെക്ടർ. കോമ്പാക്ട് SUV സെഗ്മെന്റില് MGയുടെ ഹെക്ടർ ലോഞ്ച് ആകുന്ന സമയത്ത് വളരെയധികം ഫീച്ചേഴ്സ് ഈ സെഗ്മെന്റിൽ തന്നെ കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. ആ സമയത്ത് വളരെയധികം വിൽപ്പന നടത്തിയിരുന്ന ഈ കാറ് ഇപ്പോൾ വളരെയധികം കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നാൾക്ക് നാൾ ഈ വാഹനത്തിന്റെ സെയിൽസ് വോളിയം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തിൽ വെറും 977 കാറുകൾ മാത്രമാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തിൽ ഇതേ സമയത്തില് 1813 കാറുകളെ വിൽപ്പന നടത്തിയിരുന്നു. ഏകദേശം 46% വീഴ്ചയിലാണ് MG ഹെക്ടർ. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നോക്കാൻ പോകുന്നത് ഹോണ്ട സിറ്റി. ഒരു കാലഘട്ടത്തിൽ സെഡാൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഓർമ്മയിൽ വരുന്നത് ഹോണ്ട സിറ്റി തന്നെയായിരിക്കും. അത്രമാത്രം ആളുകൾക്കിടയിൽ മോഹമുണ്ടാക്കിയ ഒരു വാഹനം എന്ന് തന്നെ ഹോണ്ട സിറ്റിയെ കുറിച്ച് പറയാം. എന്നാൽ ഇന്ന് SUVകളുടെ ആധിപത്യത്തിനാൽ വളരെയധികം കുറഞ്ഞ നമ്പേഴ്സാണ് വിൽപ്പന നടത്തുന്നത്. കഴിഞ്ഞ മാസത്തിൽ വെറും 406 കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 824 കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. ഏകദേശം 51%ഓളം വീഴ്ചയിലാണ് ഹോണ്ട സിറ്റി. നമ്മുടെ ലിസ്റ്റില് അടുത്തതായി നോക്കാൻ പോകുന്നത് സിട്രോയിൻ C3. മിനി SUV പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മിനി SUV സ്പേസിൽ സിട്രോയിൻ വളരെയധികം പ്രതീക്ഷയോടെ ലോഞ്ച് ചെയ്തൊരു വാഹനമാണ് C3. എന്നാൽ സിട്രോയിന്റെ എല്ലാ കാറുകളെ പോലെ ഇതും വളരെയധികം കുറഞ്ഞ നമ്പേഴ്സാണ് വിൽപ്പന നടത്തുന്നത്. ഈ എൻട്രി ലെവൽ ബഡ്ജറ്റ് കാർ പോലും വെറും 110 കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ മാസത്തിൽ. കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 251 കാറുകൾ വിൽപ്പന നടത്തിയിരുന്നു. ഏകദേശം 56%ഓളം വീഴ്ചയിലാണ് സിട്രോണിന്റെ C3. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ സെലേറിയോ. ഒരു മാരുതി സുസുക്കി കാർ ഇത്രയധികം കുറഞ്ഞ സെയിൽസ് നടത്തുന്നത് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്നു. അതും ഒരു എൻട്രി ലെവൽ ഹാച്ച് ബാക്കിലുള്ള ഒരു കാർ. 1474 കാറുകൾ മാത്രമാണ് സെലേറിയോ കഴിഞ്ഞ മാസം വിൽപ്പന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 3720 കാറുകളെയാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഏകദേശം 54%ഓളം വീഴ്ചയിലാണ് സെലേറിയോ ഇപ്പോഴുള്ളത്. നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി നോക്കാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ എക്സ്പ്രസോ. വെറും 720 കാറുകളാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. എല്ലാവരും SUV ബോഡി സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന ഈ സമയത്തില് മാരുതി സുസുക്കി ഒരു മിനി SUV ആയി ഈ വാഹനത്തെ പ്രൊജക്ട് ചെയ്തിരുന്നു. എന്നാൽ വളരെയധികം കുറഞ്ഞ ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എക്സ്പ്രസോ പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു കാറായി മാറുകയും ചെയ്തു. ആ കാരണം കൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 2426 കാറുകളാണ് വിൽപ്പന നടത്തിയിരുന്നത്. ഏകദേശം 71%ഓളം വീഴ്ചയിലാണ് മാരുതി സുസുക്കി എക്സ്പ്രസോ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് MGയുടെ ആസ്റ്റർ. ഹ്യുണ്ടായി ക്രെറ്റയുടെ അതേ സെഗ്മെന്റിലുള്ള ഒരു കാറാണ് MGയുടെ ആസ്റ്റർ. എന്നാൽ വെറും 133 കാറുകളാണ് കഴിഞ്ഞ മാസത്തിൽ വിൽപ്പന നടത്തിയിരിക്കുന്നത്. അതിനു മുൻപുള്ള മാസങ്ങളിലും ഏകദേശം ഇതേ നമ്പേഴ്സാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 1019 കാറുകളെയാണ് വിറ്റിരുന്നത്. ഏകദേശം 87%ഓളം വീഴ്ചയിലാണ് MGയുടെ ആസ്റ്റർ. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതും MGയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആണ്, MG ഗ്ലോസ്റ്റർ. ഫുൾ സൈസ് SUV സെഗ്മെന്റില് ഇന്ത്യയിൽ ഫോർച്യൂണറിനെ ആർക്കും കീഴ്പ്പെടുത്താൻ സാധിക്കില്ല. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ ഗ്ലോസ്റ്റർ ഒരു പരിധി വരെ പിടിച്ചു നിന്നിരുന്നു. കഴിഞ്ഞ മാസം വെറും 4 കാറുകളാണ് ഇന്ത്യ മുഴുവനും ഗ്ലോസ്റ്ററിനെ MG വിൽപ്പന നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 124 കാറുകൾ വിൽപ്പന നടത്തിയിരുന്നു. ഏകദേശം 97%ഓളം വീഴ്ചയിലാണ് MGയുടെ ഗ്ലോസ്റ്റർ. ഫൈനലായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സിട്രോയിൻ C3 എയർ ക്രോസ്. മിഡ് സൈസ് SUV സെഗ്മെന്റില് ഈ കാറിനെ വളരെയധികം പ്രതീക്ഷയോടെയാണ് സിട്രോയിൻ എന്ന ബ്രാൻഡ് ലോഞ്ച് ചെയ്തത്. എന്നാൽ കഴിഞ്ഞ മാസം ഒരു കാറ് പോലും വിൽപ്പന നടത്തിയിരുന്നില്ല.
സിട്രോയിൻ C3 എയർക്രോസിന് കഴിഞ്ഞ വർഷം ഇതേ സമയത്തില് 93 കാറുകൾ വിൽപ്പന നടത്തിയിരുന്നു. ഈ പറഞ്ഞ ലിസ്റ്റിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാറിനെ വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നോ? ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയുക. മാത്രമല്ല, ഈ പറഞ്ഞ ലിസ്റ്റിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറിനെ കമന്റ് ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.